Hello my dear students, welcome to Learner's World. In this video, I talk about Unit 1 Glimpses of Greatness, Cures for a Theory of Everything, Part 2. Just before Hawking entered the hospital for tests, he met Jane Will at a New Year's party at St. Albans. അങ്ങനെ അവന് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അവന് ജെയിൻ വൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. She thought Hawking was very intelligent, eccentric and rather arrogant. അപ്പോൾ ജെയിന് വിചാരിക്കുകയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, എക്സെൻട്രിക് അസാധാരണമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. അപ്പോൾ അവൾക്ക് അവൻ്റെ വിറ്റ്, അവൻ്റെ ആ ഒരു നർമ്മം ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെൻ ജെയിൻ മെറ്റ് ഹിം ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ ഹി വാസ് ഇൻ എ സാഡ് സ്റ്റേറ്റ്. അങ്ങനെ ജെയിന് ആ ഒരു നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജെയിനിനെ കണ്ടുമുട്ടുന്നുണ്ട്. ആ സമയത്ത് അവനൊരു സാഡ് സ്റ്റേറ്റിലായിരുന്നു, ഭയങ്കര വിഷമത്തിലായിരുന്നു. ഷീ ഫെൽറ്റ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലിവ് ആൻഡ് ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്. അങ്ങനെ അവൾക്ക് മനസ്സിലായി അവന് ജീവിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഇല്ലാതായിട്ടുണ്ട്, അവൻ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് എന്നുള്ളതൊക്കെ അവൾക്ക് മനസ്സിലായി. ഷീ വാസ് നോട്ട് പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ. അങ്ങനെ അവൾക്ക് അത് മാറ്റാൻ കഴിയുന്നില്ല, അതായത് അവൻ്റെ മെൻ്റൽ കണ്ടീഷനും അതുപോലെ ഫിസിക്കൽ കണ്ടീഷനൊന്നും മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഷി വാസ് എ ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അപ്പോൾ ജെയിന് നല്ല ഒരു ഷൈ ആയിട്ടുള്ള ഒരു നാണംകുണിയായിട്ടുള്ള ഒരു ടീനേജറാണ്. അതുപോലെ നല്ല ഗോഡിൽ, ദൈവത്തിൽ നല്ല വിശ്വാസമുള്ള ആളാണ്. ദിസ് ഫെയ്ത്ത് വാസ് ingrained in her by her mother. Jane believed that good can come out of any adversity. അപ്പോൾ ഈ ദൈവത്തിലുള്ള ഈ ഒരു വിശ്വാസം അവളിൽ കൂടുതലായിട്ട് വന്നത് അമ്മയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവളുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എത്ര അഡ്വേഴ്സിറ്റി, എത്ര മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നല്ലത് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ചെയ്യും എന്നാണ് അവളുടെ ഒരു വിശ്വാസം. ഹോക്കിംഗ് ലൈക്ഡ് ഹെർ ഓപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂ. അങ്ങനെ ഹോക്കിങ്സിന് ജെനീൻ്റെ ആ ഒരു ഓപ്റ്റിമിസം, ആ ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ വളർന്നു. ദേ തോട്ട് ദാറ്റ് ടുഗദർ ദേ കുഡ് മേക്ക് സംതിങ് ഗുഡ്. അവർ വിചാരിച്ചു അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഫോർ സ്റ്റീഫൻ ഇറ്റ് മെയ്ഡ് എ ബിഗ് ഡിഫറൻസ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഈ അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് KS, വൺ ഓഫ് ദ കോളേജസ് ഓഫ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അങ്ങനെ അവനെ റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു കോളേജായിട്ടുള്ള KS എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിൽ അപ്ലൈ ചെയ്യുന്നു. ഇൻ 1965 when he was 23 he received his fellowship at KS. അങ്ങനെ 1965 അതായത് അവന് 23 years old ആയ സമയത്ത് അവന് ഫെലോഷിപ്പ് കിട്ടുന്നുണ്ട്. He received his fellowship at KS. In July 1965 he married Jane. അങ്ങനെ 1965 ജൂലൈയിൽ അവന് മാരി ചെയ്യുന്നുണ്ട് ജെയിനിനെ. People remember Hawkins moving about in the university with a cane, supporting himself against the wall. അങ്ങനെ ആളുകൾ അവനെക്കുറിച്ചിട്ട് ഓർക്കുന്നത്, അതായത് ഹോക്കിങ്സ് യൂണിവേഴ്സിറ്റിയിൽ കൂടി വടിയും പിടിച്ചുകൊണ്ട് മതിലിനോട് ചേർന്ന് നടക്കുന്നതായിട്ടാണ് പല ആൾക്കാരും അവനെ കുറിച്ചിട്ട് ഓർക്കുന്നത്. ഹി സ്പോക്ക് വിത്ത് എ സ്ലൈഡ് സ്പീച്ച് ഇംബഡിമെൻറ്റ്. അതുപോലെ അവന് സംസാരത്തിൽ അവന് അല്പം പ്രയാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പീപ്പിൾ റിമെമ്പർ ഹിസ് ബ്രാഷ്നെസ് ഇൻ സെഷൻസ് ഇൻ വിച്ച് സം ഓഫ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ് സ്പോക്ക്. While other young researchers kept silent, Hawking daringly asked unexpected questions. He knew what he was talking about. His reputation as a genius and another Einstein began then. അപ്പോൾ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് അവൻ വളരെ വീറോടെ വാദിക്കുന്നതായിട്ട് പലരും ഓർക്കുന്നുണ്ട്. അതായത് മറ്റുള്ള ആൾക്കാർ നിശബ്ദരായിരിക്കുമ്പോൾ ഹോക്കിങ്സ് അസാധാരണമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. എന്താണ് താൻ പറയുന്നത് എന്നതിനെ പറ്റിയിട്ട് ഹോക്കിങ്സിന് നല്ല ബോധവാനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തെ ജീനിയസ് എന്നും അതുപോലെ വേറൊരു ഐൻസ്റ്റീൻ എന്നൊക്കെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയത്.
In 1980, a practical need for funds made him start a new enterprise. It was to have a far-reaching impact on Hawkins and others in the world. അതിന് 1980-ൽ പണത്തിൻ്റെ ആവശ്യം കാരണം ഒരു പുതിയ സംരംഭം ഹോക്കിങ്സ് തുടങ്ങി. തനിക്കും തന്നെയും മറ്റുള്ളവർക്കും ദൂരവ്യാപകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നവയായിരുന്നു ആ ഒരു സംരംഭം എന്നാണ് പറയുന്നത്. ഈ തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ്. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു ബുക്ക് എഴുതുന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചു. അബൌട്ട് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തെക്കുറിച്ചിട്ട്. ഈ വാണ്ടഡ് ടു റൈറ്റ് അബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. അപ്പോൾ പ്രപഞ്ചശാസ്ത്രത്തെയും അതുപോലെ ക്വാണ്ടം തിയറിയെ പറ്റിയും പല കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ആ ഒരു ബുക്കിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Where did the universe come from? Is it infinite? Does it have any boundaries? Will it come to an end? If so, how? Is there a complete theory of the universe and everything in it? Is there a beginning of time? Could time run back? The book begins by recounting the great theories of the cosmos from Newton to Einstein. His purpose in writing the book was to make science understandable to non-scientists. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൽ, കോസ്മോളജിയെ പറ്റിയിട്ട് എഴുതുന്ന ആ ഒരു ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, അത് അനന്തമാണോ, അതിന് അതിരുകളുണ്ടോ, അത് അവസാനിക്കുമോ, എങ്കിൽ എപ്പോൾ അവസാനിക്കും, പ്രപഞ്ചത്തെ പറ്റിയും അതിലുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്ന എന്തെങ്കിലും സിദ്ധാന്തം ഉണ്ടോ, അതുപോലെ സമയത്തിന് തുടക്കമുണ്ടോ, സമയത്തിന് പുറകോട്ട് പോകാൻ പറ്റുമോ, ന്യൂട്ടൻ്റെയും ഐൻസ്റ്റീൻ്റെയും പ്രപഞ്ച സിദ്ധാന്തങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പുസ്തകം തുടങ്ങുന്നത്. സാധാരണക്കാരന് ശാസ്ത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പുസ്തകം എഴുതാൻ തയ്യാറായതെന്നാണ് പറയുന്നത്. He completed his first draft in 1984. As he was revising it, he went to Switzerland. There he caught pneumonia and was on a life supporting system. Doctors suggested a tracheotomy operation. This would result in the removal of his windpipe. It might save his life, but he would never again speak or even make a vocal sound. Jane, with reluctance, consented to the surgery. അങ്ങനെ 1984 നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ആ ബുക്കിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് അദ്ദേഹം മുഴുവനാക്കി. അത് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെടുകയും വളരെ ഗൗരവമായിട്ട് മാറുകയും ചെയ്തു. ഒരു ട്രാക്കിയക്ടമി ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇത് ചെയ്യുമ്പോൾ വിൻഡ് പൈപ്പ് മാറ്റേണ്ടി വരും. ഇതുമൂലം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടും. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും സംസാരിക്കാനോ വായിൽ കൂടി ഒരു ശബ്ദം പുറപ്പെടുവിക്കാനോ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. വളരെ വിഷമത്തോടു കൂടി നമ്മളുടെ ജെയിന് ആ ഒരു സർജറിക്ക് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. Hawkins could no longer breathe through his mouth and nose, so a permanent opening was made in his throat. After many weeks of intensive care, he went home to join Jane and their 3 children. He was too weak and ill to continue his research. Voltos, a computer expert in California, sent him a program he had developed. It was called the Equalizer. It would allow Hawking to select words from the screen. അങ്ങനെ ഹോക്കിങ്സിന് അതായത് മൂക്കിൽ കൂടിയോ അല്ലെങ്കിൽ വായിൽ കൂടിയോ ശ്വസിക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തൊണ്ടയിൽ ഒരു ദോരുണ്ടാക്കി അതിലൂടെ ശ്വസിക്കണമായിരുന്നു. 3 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം ഹോക്കിങ്സ് വൈഫിൻ്റെയും കുട്ടികളുടെയും അടുത്തേക്ക് വീട്ടിലേക്ക് പോയി. തൻ്റെ റിസർച്ച് തുടരാൻ അദ്ദേഹത്തിന് തൽക്കാലം സാധിക്കില്ലായിരുന്നു. വോൾട്ടോസ് എന്ന കാലിഫോർണിയയിലുള്ള ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു പ്രോഗ്രാം ഹോക്കിങ്സിന് അയച്ചു കൊടുത്തു. ആ പ്രോഗ്രാമിൻ്റെ പേര് ഈക്വലൈസർ എന്നായിരുന്നു. അതിൽ കൂടി ഹോക്കിങ്സിന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും വാക്കുകൾ തിരഞ്ഞെടുക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. Hawking thought he would not be able to complete his book with the support of his student Brian Witch. A Brief History of Time was published in 1988. In September 2005, an abridged version of the original book was published. This version was updated to include the new issues that had arisen due to further scientific developments. അങ്ങനെ തൻ്റെ പുസ്തകം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് സ്റ്റീഫൻ ഹോക്കിങ്സ് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള ബ്രയൻ വിറ്റിൻ്റെ സഹായത്തോടെ 1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളത് പബ്ലിഷ് ചെയ്തു. അതായിരുന്നു കേട്ടോ ബുക്കിൻ്റെ പേര്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം.
2005 സെപ്റ്റംബറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റ്, അതായത് ഒരു ഒറിജിനൽ ബുക്ക് പബ്ലിഷ് ചെയ്തു. ഇതിൽ ശാസ്ത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻ ദ ബുക്ക് വി ക്യാൻ സീ എ നമ്പർ ഓഫ് പാരഡോക്സസ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഒരുപാട് പാരഡോക്സസ്, വിരോധാഭാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദേ സെയിം. അതായത് ഈ ഒരു ബുക്കിൽ വളരെയധികം വിരോധാഭാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ശാസ്ത്രത്തിലും മനുഷ്യരുടേതുപോലെ കാര്യം കാണുന്നത് പോലെ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സയൻസിൽ മനുഷ്യരുടെ പോലെ, അതായത് നമ്മൾ കാണുന്നത് എന്താണോ അതുപോലെ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പീസസ് ദാറ്റ് ഔട്ട് ടു ഫിറ്റ് ടുഗദർ റെഫ്യൂസ് ടു ഡൂ സോ. അതുപോലെ യോജിക്കേണ്ട കഷ്ണങ്ങൾ പലപ്പോഴും യോജിക്കുന്നില്ല. യു വിൽ ലേൺ ദാറ്റ് ബിഗിനിങ് മേ ബി എൻഡിങ്സ്. അതുപോലെ പലപ്പോഴും അവസാനങ്ങൾ തുടക്കങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. അതായത് പലപ്പോഴും വിപരീത സർക്കംസ്റ്റാൻസസ്, പരിസ്ഥിതികൾ സന്തോഷം തന്നിരിക്കും, പ്രശസ്തിയിലും വിജയവും അത് തരണമെന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ് ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. അതായത് ക്രൂവലായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ചിലപ്പോൾ ഹാപ്പിനെസ്സിലേക്ക് ലീഡ് ചെയ്യും, പക്ഷേ ഫെയിം ആൻഡ് സക്സസ് അത് തരണമെന്നില്ല എന്നാണ് പറയുന്നത്. പ്രശസ്തിയും വിജയവും തരണമെന്നില്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ബുക്കിലുള്ള കുറച്ച് വിരോധാഭാസങ്ങളാണ്, കുറച്ച് പാരഡോക്സസ് ആണെന്നാണ് പറയുന്നത്. ദെൻ ടു ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ടേക്കൺ ടുഗദർ സീം ടു ഗിവ് us നോൺസെൻസ്. അതുപോലെ രണ്ട് ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ ഒരുമിച്ചെടുക്കാൻ അത് മണ്ടത്തരമാണെന്ന് തോന്നുന്നതാണ് പറയുന്നത്. എം ടി സ്പേസ് ഈസ് നോട്ട് എം ടി. ശൂന്യസ്ഥലം ശൂന്യമല്ല. ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക്. കറുത്ത കുഴികൾ കറുത്തതല്ല. അപ്പോൾ ഇത്രയും പാരഡോക്സസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബുക്സിൽ കാണാൻ കഴിയും. ഇറ്റ്സ് എ മിറക്കിൾ that Hawkins was able to achieve everything he has and he is still alive. When we experience his intelligence and humor, we tend to take his unusual mode of communication and his terrible physical problems very lightly. That is exactly what he wants. He chooses to ignore the difficulty and he expects others to have the same attitude. Hawking has overcome his crippling disease to become a shining star of world physics. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ഇത്രയെല്ലാം ചെയ്തു എന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും നർമ്മബോധവും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ആശയവിനിമയവും അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ദൗർബല്യങ്ങളും വളരെ നിസ്സാരമായിട്ട് തോന്നാം എന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഒരു ബലഹീനതകളെ കാര്യമാക്കുന്നില്ല. മറ്റുള്ളവരും അങ്ങനെ തന്നെ വിചാരിക്കണമെന്നാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ആശിക്കുന്നത്. തൻ്റെ ഇത്രയും വലിയ അസുഖം മറികടന്ന് അദ്ദേഹം ഫിസിക്സിലെ ഒരു ഷൈനിങ് സ്റ്റാർ ഓഫ് വേൾഡ് ഫിസിക്സ്, അതായത് ഫിസിക്സിലെ ഒരു മിന്നുന്ന താരമായിട്ട് പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും വൈകല്യങ്ങളൊക്കെ മറികടന്ന് അദ്ദേഹം ഒരു ഷൈനിങ് സ്റ്റാർ ഓഫ് വേൾഡ് ഫിസിക്സ്, അതായത് ഫിസിക്സിലെ ഒരു മിന്നുന്ന താരമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് നമ്മളുടെ ചാപ്റ്ററിൻ്റെ ഗ്ലോസറിയാണ് കേട്ടോ. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.